IB ഉദ്യോഗസ്ഥയെ കാമുകനായ സുഗാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും ഇതുവരെയും പോലീസ് സംഘത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്തത് IBക്കും പോലീസിനും വളരെ വലിയ നാണക്കേട് തന്നെയാണ്. പെൺകുട്ടിയെ വളരെ മോശമായി ഉപയോഗിച്ചിട്ട് സ്നേഹത്തിന്റെ കുപ്പായമണിഞ്ഞ് അവളെ കൊണ്ടിരി കറങ്ങാൻ ഒരിടവുമില്ല. ഒടുവിൽ ഗർഭിണിയായ അവളെ നിർബന്ധിച്ച് ഗർഭചിത്രം അടക്കം നടത്തി. എന്നിട്ട് കൈയൊഴിയുന്ന സാഹചര്യം. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. കളക്ടറേറ്റിലടക്കം ജോലിയുള്ള അമ്മ. ഒരു മകളാണുള്ളത്. തന്റെ അമ്മയും അച്ഛനും തനിക്കുണ്ടായ ഈ അവസ്ഥ അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് അറിഞ്ഞിരുന്ന ആ പെൺകുട്ടിയാണ് എല്ലാം അവസാനിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. എന്നാൽ അവൾ മരിച്ച 10ാം നാൾ എല്ലാം തുറന്നു സംവദിക്കേണ്ട സാഹചര്യം വരുന്നു. മാത്രമല്ല, എല്ലാ കള്ളത്തരവും എല്ലാം ഒളിപ്പിച്ചു വെച്ച എല്ലാ കള്ളത്തരവും കണ്ടെത്തിയത് അച്ഛൻ നേരിട്ട് തന്നെയാണ്. ഒരച്ഛനും കേൾക്കുവാനോ കാണുവാനോ ആഗ്രഹിക്കാത്ത ചില കുറിപ്പടികൾ, മരുന്നിന്റെ ബില്ലുകൾ, ആശുപത്രി രേഖകളെല്ലാം മകളുടെ ബാഗിൽ നിന്നും അവൾ മരിച്ച 10ാം ദിവസം അച്ഛൻ കണ്ടെത്തുകയാണ്. പിന്നാലെ തന്നെ പോലീസ് കണ്ടെത്തേണ്ട പല കാര്യങ്ങളും അച്ഛൻ കണ്ടെത്തുന്നു. എന്നിട്ടും പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? യുവതി മരിച്ച 10 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണ് എന്ന മറുപടി മാത്രം പോലീസ് നൽകുന്നതും എന്തുകൊണ്ട്? സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് ഈ നീക്കം. IB ഉദ്യോഗസ്ഥനായ ഈ വ്യക്തിക്ക് 25ാം തീയതി തന്നെ രാജ്യം വിടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി കണ്ട സുഗാന്ത് തനിക്ക് നേരെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബസമേതം രക്ഷപ്പെടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം കുടുംബത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം DGP നേരിൽ കണ്ട പരാതി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് തുടർ നടപടി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിന് അറിയിച്ചത്. ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതിയെ ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും ലഭിച്ചിരുന്നു. സുഗാന്ത് യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ ക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നോ എന്നതും ഉയർന്ന ചോദ്യമാണ്. ഇനിയും സുഗാന്തിനെതിരെ IBയുടെ നടപടി എടുത്തിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥരാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്തും ഈ പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറായി എന്നാണ് അറിയിച്ചിരുന്നത്. സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉടൻ ഉണ്ട് എന്നും അതിന് കാരണത്താൽ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല എന്നും പറഞ്ഞ് വിവാഹം നീട്ടിവെക്കുകയായിരുന്നു. എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് വരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു. കുറച്ചുകൂടി സമയം വേണമെന്നാണ് യുവതി മാതാപിതാക്കളോട് അന്ന് പറഞ്ഞത്. എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു. മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി യുവതി പറഞ്ഞിരുന്നില്ല. സുഗാന്തിന് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ യുവതിയെ പീഡിപ്പിച്ചു. തിരുവനന്തപുരത്തുകാരിയെ പ്രണയ ചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുഗാന്ത് ഒരു സൈക്കോ ആണെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഒരു കൂട്ടുകാരിയും കൂട്ടിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഗർഭം അലസിപ്പിക്കാനായി പോയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കൂട്ടുകാരിക്ക് എല്ലാം വ്യക്തമായി അറിയാമായിരുന്നില്ലേ? ഇന്ന് 10ാം ദിവസം, അതായത് ആ പെൺകുട്ടി മരിച്ച 10ാം ദിവസം അച്ഛൻ വിശദമായി തന്നെ സഞ്ജയാനി ദിവസം ചില കൂട്ടുകാർ വീട്ടിൽ വന്നപ്പോൾ സാമ്പത്തികപരമായി ഈ പെൺകുട്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ ATM കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റും എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അച്ഛന് സാമ്പത്തികപരമായി മകൾ ചൂഷണം ചെയ്തു എന്ന് വ്യക്തമാകുന്നത്. പിന്നാലെ ഒരു സംശയത്തിന്റെ പേരിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിലെ ചില നിർണായക വിവരങ്ങളും ലഭിച്ചത്. ഇതെല്ലാം തന്നെ പോലീസ് കണ്ടെത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പോലീസ് ഇത്രയും വൈകി ഇതെല്ലാം കണ്ടെത്താൻ? ഇത് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് നേരിട്ടല്ല, മറിച്ച് അച്ഛൻ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ തന്നെ പെൺകുട്ടിയുടെ മരണശേഷം വളരെ വ്യക്തമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ഒളിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും പോലീസിന് ഇക്കാര്യം തത്ത പറയിപ്പിക്കുന്നത് പോലെ പറയിപ്പിക്കാൻ അറിയില്ലായിരുന്നു. ആ പെൺകുട്ടിയെ പിടിച്ചൊന്ന് കുടഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ എല്ലാം വ്യക്തമാകാൻ. ആ പെൺകുട്ടി എവിടെ എന്ന ചോദ്യവും ഉയരുകയാണ്. യുവതിയെ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത്. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് യുവതിയും സുഗാന്തുമായി സംസാരിച്ചത് എന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളിയിൽ നീണ്ടു നിന്നിട്ടുള്ളത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് കണ്ടെത്തേണ്ടത്. പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചതും യുവതിയായിരുന്നു. പത്തനംതിട്ടക്കാരിയുടെ മരണത്തിലേക്ക് നയിച്ചത് സുഗാന്തിന്റെ ഒഴിവുകാലത്തായിരുന്നു. സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെ ലൈംഗികമായും പീഡിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഐബിക്ക് യുവതിയുടെ അച്ഛൻ കൈമാറി കഴിഞ്ഞു. അതിനിടെ തിരുവനന്തപുരത്തുകാരായ മറ്റൊരു യുവതിയെയും പ്രണയിച്ചതിൽ സുഗാന്ത് വീഴ്ച എന്നാണ് സൂചന. ഇതിനിടെ കുംഭമേളയ്ക്ക് പോയ സുഗാന്ത് അവിടെയും പീഡക റോള് അണിഞ്ഞിരുന്നുവെന്നാണ് വിവരം. സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നും സൂചനകളുണ്ട്. എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ കേസെടുക്കും. അവധി എടുത്തു പോയ സുഗാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ല. ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ല എന്ന കുറ്റം ചുമത്തി ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കാനും ഐബി തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത അവധിയായി കണക്കാക്കിയാകും നടപടി. പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്നും പുറത്താക്കാനും കഴിയും. സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്ന വെളിപ്പെടുത്തലും വന്നിരുന്നു. സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു. പിന്നീടാണ് ആത്മഹത്യാ പ്രവണതയടക്കം കാണിച്ചത്. ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇയാൾ ഇനി പിടിയിലാകാൻ ഇന്നോ നാളെയോ ഒക്കെ തന്നെ പിടിയിലാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ഇയാളെ പിടിയിലായാൽ മാത്രമേ ഈ പറയുന്നത് പോലെ തന്നെ 4-5 പെൺകുട്ടികളുടെ ലിസ്റ്റിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇയാളുടെ ഫോട്ടോ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രചരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളെ അറിയാവുന്ന പെൺകുട്ടികൾ ഇനിയും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ നീക്കങ്ങൾ, അന്വേഷണങ്ങൾ നടക്കുകയുള്ളൂ.